അടുത്തത് കാലിഫോർണിയ RVP റോയി മണിക്കരോട്ട്. എൻ്റെ പേര് റോയ് മണിക്കരോട്ട്. ഞാൻ കാലിഫോർണിയ റീജിയണൽ വൈസ് പ്രസിഡൻ്റാണ്. ആദ്യമായിട്ട് വളരെ ദുഃഖകരമായ സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് പലര് നമ്മളെ വേർപിരിഞ്ഞ് പോയി. ഒന്നാതെ വയനാട്ടിൽ നിന്ന് നമ്മുടെ സഹോദരന്മാർ 500ഓളം സഹോദരന്മാർ നമുക്ക് നഷ്ടപ്പെടുകയും കാണാതാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പണിക്കർ ചേട്ടൻ്റെ ബ്രദർ മരിച്ചുപോയി, ബാബു ചേട്ടൻ്റെ സിസ്റ്ററിലോ മരിച്ചുപോയി, പിന്നെ ഏബ്രാം തിക്കമറി, നമ്മുടെ പ്രിയങ്കരനായ ഏബ്രാം തിക്കമറി ഡാൻസിലെ, അങ്ങനെ പലരും ഒരു മരിച്ച പോയ ഇതും ഇത് കാണാതായതും അങ്ങനെയുള്ള ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ഇതുവരെയുള്ള പ്രസംഗകർ പറഞ്ഞതിന് ഡിഫറൻ്റായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഓർഗനൈസേഷന് മലയാളി അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സി അമേസിങ് ഒരു ഓർഗനൈസേഷനാണ് കാഴ്ചവെപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം നല്ല സ്വീകരണം നൽകിയുള്ളത്. ഞാൻ ഏപ്രിലിൽ ഒരു ടീമുമായിട്ട് വന്നു. ബിജുനാരായണന് റിമി ടോമി ടീമുമായിട്ട് വന്നു. അതുപോലെ ഈ മാഞ്ചിൻ്റെ സ്വീകരണം എന്ന് പറഞ്ഞാൽ അമേസിങ് ആയിരുന്നു. ഇതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ഓർഗനൈസേഷൻ ഇന്ന് കൺട്രിയാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ ഓർഗനൈസേഷന് നിങ്ങളൊരു കൈയടി കൊടുത്തില്ലെങ്കിൽ നഷ്ടമായിരിക്കും. പ്ലീസ് ഒരു കൈയടി. ഒന്നുകൂടി മാഞ്ചിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. അപ്പുക്കുട്ടൻപിള്ള, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി. ഹലോ, ഗുഡ് ഈവനിങ് അഗെയിൻ. എനിക്ക് ഇപ്പോൾ ഇന്ന് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാവരുടെയും ഇന്ന് കാണുന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് ഈ 2 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് തരണം എന്നുള്ള റിക്വസ്റ്റാണ്. പിന്നെ അതേപോലെ ഇറ്റ്സ് എ ഗ്രേറ്റ് ടീം. സോ വിത്ത് യുവർ സപ്പോർട്ട് വി ക്യാൻ ഡു ലോട്ട് ഓഫ് ഗുഡ് തിങ്സ്. എനിക്ക് നിങ്ങളോടെല്ലാം താങ്ക് യു ഉണ്ട്. പിന്നെ എസ്പെഷ്യലി ഫോർ ഷൈനി ആൻഡ് മഞ്ച് ഫോർ ഹോസ്റ്റിംഗ് ദിസ് ആൻഡ് inviting us for this handing over ceremony along with your victory celebration. Thank you so much for your hospitality. അടുത്തത് ജോർജിയയിൽ നിന്ന് വന്നിട്ടുള്ള ജോർജ് മേലേത്ത്, പ്രമുഖ ഒരു ബിസിനസ്സുകാരൻ കൂടിയായ ജോർജ് മേലേത്ത്. അടുത്തായിട്ട് ജോർജ് നടുവിൽ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇവിടെയുള്ള പ്രസംഗങ്ങൾ ഓരോന്നായി കേൾക്കുകയായിരുന്നു. എൻ്റെ പേര് ജോർജ് നടവയൽ, ഓർമ്മ ഇൻ്റർനാഷണലിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ വലിയൊരു സ്പീച്ച് കോമ്പറ്റീഷൻ പാലായിലും ഓൾ ഓവർ ദി വേൾഡ് മലയാളി സ്റ്റുഡൻസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി വിജയിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും പോയിൻ്റുകൾ പരാമർശിക്കുവാൻ കഴിയുമോ എന്ന് അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് ഇതാണ്. സജി എന്ന വാക്കിൻ്റെ അർത്ഥം ദ കിങ് ഓഫ് നോബിൾ പീപ്പിൾ എന്നാണ്. സജി എന്ന വാക്കിൻ്റെ അർത്ഥം ദ കിങ് ഓഫ് നോബിൾ പീപ്പിൾ എന്നാണ്. ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശ്രീ ഐശ്വര്യം, ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടം ശ്രീ. ജോയ് ചാക്കപ്പൻ, സന്തോഷത്തിൻ്റെ ഉറവിടം, ദ ജോയ് ഓഫ് ദി വേൾഡ്, ജീസസ് ക്രൈസ്റ്റ്. ഇത്തരം മഹനീയമായ പദങ്ങളെ ഉൾക്കൊള്ളുന്ന നാമധാരികളുടെ ഒരു സങ്കലനമാണ് ഫൊക്കാനയുടെ പുതിയ നേതൃത്വ നിരയിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് ഫൊക്കാനയ്ക്ക് വളരെ ആശാകരമായ ഒരു ഭാവിയെ പ്രദാനം ചെയ്യുന്ന സമൂഹത്വമായി നാം കണക്കാക്കണം. മറ്റെല്ലാ ഡിസ്പ്യൂട്ടുകളെയും പരിഹരിച്ചുകൊണ്ട് ഫൊക്കാനയെ കേരളത്തിൻ്റെ തിലകക്കുറിയായി, ലോക മലയാളി സംസ്കാരത്തിൻ്റെ തിലകക്കുറിയായി ഉയർത്തുന്നതിന് കഴിയട്ടെ. ഈ നേതൃനിരയിലൂടെ കഴിഞ്ഞുപോയ മനീഷികളുടെ എല്ലാം ആശീർവാദത്തോടുകൂടി ഈ സംഘടന ഉജ്ജ്വലം പുരോഗമിക്കട്ടെ എന്ന് സജിമോൻ്റെയും ശ്രീകുമാർ ഉണ്ണിത്താൻ്റെയും ജോയി ചാക്കപ്പൻ്റെയും നേതൃത്വത്തിന് എല്ലാ ഭാവുകങ്ങളും ഓർമ്മ ഇൻ്റർനാഷണൽ നേരുന്നു. താങ്ക് യു. നെക്സ്റ്റ് മൈ ഡിയർ ഫ്രണ്ട് മനോജ് മാത്യു. ആദ്യമായിട്ട് ഇത്രയും പ്രൗഢഗംഭീരമായ ഈ സദസ്സ് ഒരുക്കിയ മഞ്ച് എന്ന അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ഷൈനി രാജുവിനോടും അവരോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ മഞ്ചിൻ്റെ നേതാക്കന്മാരോടും ഫ്രണ്ട്സ് ഓഫ് സജിമോൻ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ആളുകളോടുണ്ട്. അവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞാൻ വാഷിങ്ടൺ DC നിന്നാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് 2 നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സും അതുപോലെ ഞങ്ങളുടെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ബിപിൻ രാജുമുണ്ട്.
അദ്ദേഹം വെക്കേഷനിലായതുകൊണ്ടാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി വാഷിങ്ടനെ പ്രതികരിച്ച് എല്ലാവർക്കും വേണ്ടി ഈ പ്രൗഢഗംഭീരമായ സദസ്സൊരുക്കിയ മഞ്ചിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാക്കാണ്, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നുള്ള ഒരു കാര്യം. അതെ, ഇവിടെ ചരിത്രം വഴിമാറാൻ പോവുകയാണ്. ഫൊക്കാനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫുൾ പാനൽ വിജയിച്ച് ഉജ്ജ്വല വിജയം നേടി കടന്നു വന്നിരിക്കുന്ന ഈ ഡ്രീം ടീം എന്ന് പറയുന്ന ഈ ടീം, അത് പ്രൗഢഗംഭീരമായ രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഈ ടീം പറയുന്നത് പ്രവർത്തിക്കുക എന്ന് കാണിച്ചു തന്നിട്ടുള്ള സജിമോൻ ആന്റണിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. വാഷിങ്ടണിൽ ഇലക്ഷന് വന്നതല്ലേ, ഞാനൊരു മ്യൂസിക് എൻ്റെ ചെവി ഇപ്പോഴും അടിച്ചു കയറുന്നുണ്ട്. അതിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. ഇവനും അജിത്തും എബിയുമാണ്. താങ്ക് യു മനോജ് ഫോർ ദാറ്റ്. ഓക്കെ, നൗ മാധ്യമപ്രവർത്തകനും എൻ്റെ സുഹൃത്ത് എന്ന് പറയാൻ പറ്റത്തില്ല, വളരെ സീനിയറായിട്ടുള്ള ഗുരുതുല്യനുമായ ഡോക്ടർ ജോർജ് സൊമ്പേൽ. ഒരു 1.5 വർഷങ്ങൾക്ക് മുൻപ് ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് ഹാനോവറിൽ നടന്ന ഒരു ചടങ്ങിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ നടന്ന ചടങ്ങിൽ ഞാനന്ന് അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ ശശി തരൂർ മാരാമൻ കൺവെൻഷനിൽ പറഞ്ഞ ഒരു പ്രസംഗത്തെ പറ്റിയായിരുന്നു. അത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇന്ന് രൂപീകൃതമായിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സജിമോൻ ആൻ്റണി ഇന്ന് ഫൊക്കാനയുടെ പ്രസിഡൻ്റായിരിക്കുന്നു. അദ്ദേഹത്തെ എല്ലാ രീതിയിലും നമ്മൾ എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു, എല്ലാം വളരെ നന്നായിരിക്കുന്നു. അതുപോലെ തന്നെ ഫൊക്കാനയുടെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ രീതിയിലും വേണ്ട ഇത് നമ്മളെല്ലാം സൂചിപ്പിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഷീന ഇവിടെയുണ്ട്, മക്കൾ ഈവ, യെവിൻ ആൻഡ് ഈഥൻ, അവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയുള്ള കാലങ്ങളിലും സജിമോന് എല്ലാ വിധത്തിലുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. താങ്ക് യു. അടുത്തായിട്ട് മനോജ് വട്ടപ്പള്ളി. ഹായ് എവരിവൺ. നിങ്ങൾ ആൾക്കാരെല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. ഡ്രീം ടീം വിജയിച്ചു. ഇനി എന്താണ് എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഫൊക്കാനയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് നിങ്ങളെല്ലാവരും കൂടെ എലക്ട് ചെയ്തിരിക്കുന്നത്. ഫൊക്കാന ഇനി എന്തായിത്തീരും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ പ്രവാസി മലയാളികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രവാസി മലയാളികൾക്ക് ഫൊക്കാന എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്നാൽ തന്നെയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഭിപ്രായം മാത്രമല്ല, ഞാൻ ഇത്രയും കാലം സജിമനോടെ 20 വർഷമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. എൻ്റെ പാർട്ണറാണ്, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. എൻ്റെ അമേരിക്കൻ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യത്തിലും എന്നോടൊപ്പം നിന്ന ഒരാളാണ് സജിമോൻ. സജിമോനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ഫൊക്കാന ചരിത്രം തിരുത്തി കുറിക്കാൻ പോവുകയാണ് ഇനി മുതൽ. ഫൊക്കാനിനി നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതെല്ലാം ഈ ഡ്രീം ടീം എലക്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഫൊക്കാനയ്ക്ക് സാധിക്കും. പക്ഷെ സജിമോൻ ആന്റണിയുടെ നേതൃത്വത്തിൽ ഫൊക്കാനയുടെ ചരിത്രം കണ്ട ഏറ്റവും ഓർമ്മിക്കപ്പെടപ്പെട്ട 2 വർഷമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ആരും പ്രതീക്ഷിക്കാത്തതും ആരും കാണാത്തതുമായ ഫൊക്കാനയുടെ ഒരു പുതിയ തലം തുറന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും മലയാളി സമൂഹത്തിനും പ്രവാസി സമൂഹത്തിനും വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങളാരും കാണാത്തതും പ്രതീക്ഷിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ എലക്ട് ചെയ്യപ്പെട്ട നേതൃത്വത്തിന് കഴിയും. അവർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്രോഗ്രാം ഈസ് യെറ്റ് ടു ബിഗിൻ നൗ. ആണസ്റ്റി തുടങ്ങുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് ആരും പോകരുത്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു അക്നോളജ്മെൻറ്റ്. ഓക്കെ, ഇതെൻ്റെ ലാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ടു സേ താങ്ക് യു ഫോർ ഫ്യൂ ഇൻഡിവിജ്വൽസ് ഹു ഹെൽപ്ഡ് us ഇൻ ദി ഇലക്ഷൻ. ഇലക്ഷൻ ഈസ് ഓവർ, ടീം ഈസ് വൺ, ഇറ്റ് ഇസ് റണ്ണിങ്. പക്ഷേ ഇതൊരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ന്യൂജേഴ്സിയിലുള്ള ആൾക്കാരെ നിങ്ങൾക്കിപ്പോൾ ഒരുമാതിരിയൊക്കെ കേട്ടു. പക്ഷേ ഇന്ന് ഞാൻ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ചങ്കായിട്ട് നിന്ന് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത 1-2 വ്യക്തികളുണ്ട്. ഒന്ന് ഫിലഡൽഫിയയിലേക്ക് പോവുകയാണെങ്കിൽ
മോൻസി മാത്യു ചെറിയാൻ, PMAയുടെ പ്രസിഡന്റ്. നല്ലൊരു കൈയടി കൊടുത്തേ മാത്യു ചെറിയാന്. അതോടൊപ്പം മാപ്പ്, ഫിലഡൽഫിയയിലെ വലിയ അസോസിയേഷനായ മാപ്പ്, അവിടെയുള്ള പ്രസിഡന്റ് ശ്രീജിത്ത്, അങ്ങനെ ഷംജിത്ത്, അങ്ങനെയുള്ള കുറേ വ്യക്തികളുണ്ട്. ഇനി അവിടുന്ന് ഡെല്ലവറിലേക്ക് പോകുമ്പോൾ നമ്മുടെ അച്ചായനോട് വന്നിട്ടുണ്ട്. അച്ചായന് നല്ല കൈകൾ കൊടുത്തേ. അതുപോലെ ഇപ്പോൾ തന്നെ അജിത് ചാണ്ടി, അവരൊക്കെ നമ്മുടെ വളരെ നല്ല സുഹൃത്തുക്കളാണ്. അവരൊക്കെ നമ്മളെ അകമഴിഞ്ഞ് ഹെൽപ്പ് ചെയ്ത വ്യക്തികളാണ്. ഇനി അവിടുന്ന് പോകുമ്പം വാഷിങ്ടണിലേക്ക് പോയി. വാഷിങ്ടണിൽ എല്ലാവരും നമ്മൾ കേട്ടു. വിപിൻ്റെ കാര്യം മനോജ് പറഞ്ഞു. വിപിൻ, യു ആർ നോട്ട് ഹിയർ ബട്ട് വി റിമെമ്പർ, വി ലവ് യു. ഓക്കെ, അതോടൊപ്പം ഇനി ഫ്ലോറിഡയിലേക്ക് പോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജോർജിയ ഇവിടെ കണ്ടു. എന്നാൽ അതുപോലെ തന്നെ ധീരനായ ലീഡേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഡോക്ടർ മാമൻസി ജേക്കബ്, ഫോർമർ ഫൊക്കാന സെക്രട്ടറി ആൻഡ് ചെയർമാൻ ആൻഡ് എവറിത്തിങ്. താങ്ക് യു ഡോക്ടർ മാമൻസി. അതോടൊപ്പം ഡൗൺ ഫ്ലോറിഡ രാജീവ് കുമാരൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ലിൻഡോ ജോളി, അങ്ങനെയുള്ള ഒത്തിരി ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ വന്നിട്ടില്ല. അവരോടൊക്കെ ഉള്ള താങ്ക് യു ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നൗ മൂവ് ടു കണക്ടിക്കറ്റ്. നമ്മളോടുള്ള സോണി അംബൂക്കൻ, നേരത്തെ എക്സിക്യൂട്ടീവ് ആയിരുന്നു, ഇപ്പം നമ്മളോടൊപ്പം നാഷണൽ കമ്മിറ്റിയിലുണ്ട്. ധീരജ് പ്രസാദ് അവിടുത്തെ ബോസ്റ്റണിലേക്ക് പോയി കഴിഞ്ഞാൽ. അതോടൊപ്പം ഐ റിമെമ്പർ അജു ആൻഡ് ഫോബി, ഇഫ് യു ആർ ലിസണിംഗ് ടു മീ, താങ്ക് യു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോയ് ഈട്ടനുണ്ട്, പോൾ കറുകപ്പള്ളിയുണ്ട്. അതോടൊപ്പം സൗത്തിലേക്ക് ക്യൂൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 2 മേരി സ്ക്വയർ ഉണ്ട്. സാധാരണ അവർ MC ആയിട്ട് പാട്ടൊക്കെ ഇട്ട് വരുന്നതായിരുന്നു. പക്ഷേ ന്യൂജേഴ്സി വന്നപ്പോൾ അവർ ഷൈനി ചേച്ചി ഓവർടേക്ക് ചെയ്തു. So, a standing ovation for to Mary Kuti Michael and Mary Philip. Both of you. രണ്ടുപേരും ഉണ്ട്. അതോടൊപ്പം അവിടെ നിന്നുള്ള RVP ഉണ്ട്, ലാജി. നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ലാജി അവിടുത്തെ RVP ആണ്. ലാജിക്ക് അതോടൊപ്പം സിജു ഇവിടെ ഉണ്ട്. അവര് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പോണ്ടേ കവർ ചെയ്യേണ്ട എവിടെയാണ്? കാനഡയിൽ പോയപ്പോൾ ഓടുപോയി വണ്ടി ഓടിച്ച് ഇവിടെയുള്ള വന്നിട്ടുണ്ട്. ജോസി കാലിക്കാട്, Josie ചേട്ടൻ. Okay, stand up. Hey, give a good applause to you. You come, you speak for 5 minutes. Come here. Come. Please come. Josie, please come. Okay. ജോൺ ബിസാറിന്റെ കൺവെൻഷൻ ചന്തായി കൂടത്തുള്ള ഏറ്റവും പ്രവർത്തന വ്യക്തിയാണ് ജോസി. I cannot forget you. Please come. അതോടൊപ്പം വാഷിംഗ്ടൺ എന്ന് പറയുമ്പോൾ താടിയുള്ള നമ്മൾ എപ്പോഴും ഓർക്കും. ആ താടിയുള്ള പേര് പറയൂ. 85 വയസ്സായാലും ഇപ്പോഴും 45 വയസ്സ് പോലെ ഇരിക്കുന്ന നമ്മുടെ സ്വന്തം അച്ചായൻ. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ മഞ്ഞിന്റെ കാര്യത്തെക്കുറിച്ച് പറയാനില്ല, സ്വന്തം കുടുംബമാണ്. കാരണം ഇനി അതുപോലെ പോയി കഴിയുമ്പോൾ ജോർജ് അമ്മയുടെ അല്ലെങ്കിൽ അവരൊക്കെ അവിടെ വന്നത് പറഞ്ഞാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ അവസരം ഓർക്കുന്നതിനൊരു അധികം പ്രസംഗമല്ല. എന്നാൽ ഇത് പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു തുടങ്ങിയാൽ അതൊരു അനീതിയാണ്. അതുപോലെ തന്നെ കാണിക്കുന്ന ഒരു മാജീഷ്യനുണ്ട്. വളരെ സീനിയറാണ്. സമ്മാനം കൊടുക്കും. നല്ല കൈഡ് കൊടുത്തേ. ഓക്കെ, ഞാൻ മുമ്പേ പറഞ്ഞു മണിക്ക് ഫംഗ്ഷൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. നല്ല വെടിക്കെട്ട് ഡാൻസുമായിട്ട് വെയിറ്റിയാണ്. ഞങ്ങൾ ജാക്കറ്റ് ഊരിട്ട് ഇവിടെ ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാവരെയും ഈ സമരത്തിൽ ഓർക്കുന്നു. നിങ്ങളോട് എല്ലാവരോടുമുള്ള അക്കമഴിഞ്ഞ നന്ദി എന്റെ മാത്രമല്ല, നമ്മുടെ മൊത്തം ടീമിന്റെ പേരിൽ. When I say team, don't get me wrong. This is not dream team or legacy team. When I said team, it's Focana team. Can I ask you everyone to say one word? Focana team. Focana team. That should be the spirit. Thank you. അതോടൊപ്പം എക്സ്റ്റൻഡിൽ നിന്നുള്ള സുദീപ് ഇവിടെ വന്നായിരുന്നു. അദ്ദേഹം ഇവിടുന്ന് പോയി, തിരക്കാറിൽ പോയി. സുദീപ് നായർ നമുക്ക് കിട്ടിയ ഒരു മുത്താണ്. എക്സ്റ്റൻഡ് പ്രസിഡന്റ്, ഫോർമർ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ നാഷണൽ കമ്മിറ്റി.
സംജിത്ത്, അങ്ങനെയുള്ളവരെ എല്ലാവർക്കും ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതൊരു ഒഫീഷ്യൽ നന്ദി പ്രകാശനമല്ല. ഞാൻ ഇലക്ഷന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുടെ പേര് സ്പെസിഫൈ ചെയ്തത് മാത്രമേ ഉള്ളൂ. I truly mean for this. Thank you.